സ്വന്തം വർഗത്തിന്റെ അവശത പരിഹരിക്കുവാനായി തൊഴിലാളികളെ സംഘടിപ്പിച്ച മോഹനാണ് തകഴിയുടെ തോട്ടിയിലെ മകനിലെ നായകൻ. അവിടെ നിന്നും 21ാം നൂറ്റാണ്ടിലെത്തുമ്പോഴും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നും മനുഷ്യ വിസർജ്യം ചുമക്കുന്നതും ചുമക്കപ്പെടുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണെന്ന യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടേ മതിയാവൂ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ നാടകവേദിയിലെത്തിയ കൊല്ലം SNDP യോഗം സ്കൂളിന്റെ കക്കൂസ് എന്ന നാടകം വിരൽ ചൂണ്ടുന്നതും നാറുന്ന ഗന്ധം പേറുന്ന മതവർഗീയ സംഘങ്ങൾക്ക് നേരെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർ ദിനംപ്രതി ഈ പണിയിടത്തിൽ മരിച്ചു വീഴുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അറിയുന്ന പോലുമില്ല. കാര്യം ഇപ്പോഴും ജാതിയില്ല മതമില്ല എന്ന് പറയുമ്പോൾ പോലും ജാതിയുടെ ഏറ്റവും അഴുക്ക് ചിന്തകൾ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ കുമിഞ്ഞു കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിനെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. കണക്കുകൾ ഇപ്പോൾ ഏറ്റവും അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നമ്മൾ ഈ ജാതിയിൽപ്പെട്ടിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവർക്കോ നമ്മളിങ്ങനെ ഒരു തൊഴിലിലേക്ക് തള്ളിവിടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും SC ST കാറ്റഗറിയിലേക്കൊക്കെ വരുന്ന ആളുകൾ എത്രത്തോളം ഈ തൊഴിലിടത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, അവർ ഈ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടുന്നുണ്ട്, അവരെത്ര പേര് മരണപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ പൊള്ളിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഈ ഒരു വിഷയം കുട്ടികളിലൂടെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും അവരിന്നും കൂടെ കാര്യങ്ങൾ അവരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ അവബോധം ഉണ്ടാക്കുകയും അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതുപോലെ ഇന്നും എപ്പോഴും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധത്തിൽ തന്നെയാണ് നമ്മൾ ഈ പ്ലേ ചെയ്യുന്നതും. ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഈ തോട്ടിപ്പണിക്കാരെ ഒരു സാധനം. അപ്പോൾ നമ്മളെ സംവിധായകൻ അമാസ് വന്ന് പറഞ്ഞു ഇങ്ങനൊരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾക്ക് ഇതെന്തുവാണെന്നൊരു പിടുത്തവും ഇല്ല. പിന്നെ ഞങ്ങളെ മാഷുമാർ വന്ന് ഇങ്ങനെ പറഞ്ഞു തന്നു. എന്നിട്ട് ഇങ്ങനെയാണ് അവരെ സിറ്റുവേഷൻ, നമ്മളെ അച്ഛനും അമ്മയും ഇങ്ങനെയെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കുമോ പെരുമാറുന്നത് എന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി അറിയുന്നത് ഈ നാടകത്തിൽ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ കുറേ തോട്ടിപ്പണിക്കാരുണ്ടെന്നും അവരുടെ ജീവിതത്തിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റി ഈ നാടകത്തിൽ വന്നതോടുകൂടി. പിന്നെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ വലിച്ചെറിയുന്ന കുറേ വേസ്റ്റുകളുണ്ട്. അതൊക്കെ പതുക്കെ ഞാനും കുറച്ച് തുടങ്ങി. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാനും എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, കുറേയൊക്കെ മാറി. സുലൈമാൻ സാഹിബ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പുതിയ ക്ലോസറ്റ് വെച്ചിട്ട് ആ ക്ലോസറ്റിൽ കിടക്കുന്ന തീട്ടം, സുലൈമാൻ സാഹിബിൻ്റെ തീട്ടം കോരുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവരിക. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഉടുപ്പ് ഊരിയിട്ട് അത് മൊത്തം തുടച്ച് വൃത്തിയാക്കുക. എൻ്റെ കയ്യിൽ തീട്ടമുണ്ട്, ഉടുപ്പ് ഊരിയിട്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ അവൻ ആകെ ഉണ്ടായിരുന്ന പുതിയ ഉടുപ്പ് ആ തീട്ടത്തിൽ മുക്കി അവൻ ഉടുപ്പില്ലാതെ അവൻ സ്കൂളിലേക്ക് ഓടുമ്പോൾ ആ ഉച്ചക്കഞ്ഞി അവൻ്റെ വായിലേക്ക് വെക്കുമ്പോൾ തീട്ടത്തിൻ്റെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോയി അത്തരത്തിലേക്ക് ഒരു മേഖലയിലേക്ക് നയിച്ച ഈ സുലൈമാൻ സാഹിബിനോട് ജോയിയുടെ അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികൾ പകരം ചോദിക്കണതാണ്. കാര്യം അവരുടെ കയ്യിൽ പറ്റിയ തീട്ടം എവിടെ തേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജോയി അണ്ണൻ അനുഭവിച്ച നാറ്റം സുലൈമാൻ സാഹിബിനെ അറിയിച്ചു കൊടുക്കണം എന്തായിരുന്നു എന്നുള്ളതെന്ന് വെച്ചിട്ടാണ് ആ നെഞ്ചത്തേക്ക് തീട്ടക്കൈ പതിപ്പിക്കണത്. അങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇപ്പോഴാ സമാധാനം. നമ്മുടെ ജോണിന് വേണ്ടിയല്ലേ നമുക്ക് ജോണിന്റെ അടുത്ത് പോവാം. മതപൗരോഹിത്യത്തിന്റെ നെഞ്ചത്ത് തീട്ടം വാരിയ കൈ പതിപ്പിച്ചുകൊണ്ട് പാതിരാത്രിയിൽ കാളി ഓടി വരുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയം വേദിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്.